ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന എല്ലാവരും കാപട്യമില്ലാത്ത ഒരു ജീവിതം നയിക്കണം എന്നാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. കർത്താവ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, ദൈവത്തിന് ഏറ്റവും അറപ്പായിട്ടുള്ളത് കപടഭക്തിയാണ്. അതുകൊണ്ട് ഓരോ ദൈവവചനവും നാം കേൾക്കുമ്പോൾ എവിടെയൊക്കെ തിരുത്തൽ വരുത്തണം എന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നുണ്ടോ അവിടെയൊക്കെ നാം തിരുത്തപ്പെടുവാനായിട്ട് സമർപ്പിച്ച് കൊടുക്കണം. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. തങ്ങളുടെ ദുഷ്ടത മറച്ചു വയ്ക്കുവാൻ വേണ്ടി പലരും ആത്മീക ജീവിതം നയിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അഭിനയിക്കുന്നവരാണ്. ഒരിക്കലും ആത്മീയ ജീവിതം അഭിനയം ആകരുത്, അത് അനുഭവം ആയിരിക്കണം. യഹോവ നല്ലവൻ അല്ലോ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവം നല്ലവനെന്ന് രുചിച്ച് അറിയണം. എന്നാൽ യാതൊരു ബന്ധവും ദൈവവുമായിട്ട് ഇല്ലെങ്കിലും തങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണെന്ന് മറ്റുള്ളവരിൽ മതിപ്പുളവാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ യേശുവിൻ്റെ കാലത്തും ഇന്നും ഉണ്ട് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാവും. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 46 47 വാക്യങ്ങൾ. നിലയങ്കികളോടെ നടപ്പാനിച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും. പ്രാർത്ഥിക്കുന്നവർക്ക് ശിക്ഷാവിധി വരും എന്ന് ഇവിടെ കാണുന്നു. പ്രാർത്ഥിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുന്നവർ. ചിലർ പൊതുവേദികളിലൊക്കെ അനേക സമയം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തോടല്ല, മനുഷ്യരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. വിധവമാരുടെ വീടുകളെ വിഴുങ്ങുക എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കേണ്ടത് പണമാണ് മുമ്പിൽ നിൽക്കുന്നത്. സമ്പത്ത് വർദ്ധിപ്പിക്കുക, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒരാളെ കണ്ടാൽ ആ വ്യക്തിയെ എങ്ങനെ ചൂഷണം ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ചിന്ത ആത്മീയതയുടെ അഭിനയക്കാർ ചെയ്യുന്നതാണ്. വിധവമാരുടെ വീടുകളെ വിഴുങ്ങും, ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കും. അവർക്ക് വലിയ ശിക്ഷാവിധിയാണ് വരാൻ പോകുന്നത്. നാം വളരെ ജാഗ്രത പുലർത്തേണ്ട അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ നാം കാണുന്നു. നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുന്നവരാണ്. വേഷഭൂഷാദികൾ, ആഡംബര വസ്ത്രമൊക്കെ ധരിച്ച് ലളിത ജീവിതം നയിക്കണം എന്ന് പ്രസംഗിക്കുകയും അപ്പോൾ തന്നെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ ഇടപെട്ട് ആഡംബരഭ്രമവും ലോകമോഹങ്ങളുമൊക്കെ മനസ്സിനകത്ത് കയറി മത്തുപിടിച്ച് നടക്കുന്നവർ, നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുന്നവർ, അങ്ങാടിയിൽ വന്ദനം, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പിണങ്ങുന്നവർ, മറ്റുള്ളവർ ബഹുമാനിച്ചില്ലെങ്കിൽ രോഷം പ്രകടിപ്പിക്കുന്നവർ, പേര് പറയുവാൻ വിട്ടുപോയി എന്ന കാരണത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുന്നവരാണ്. പള്ളിയിൽ മുഖ്യാസനം, അത്താഴത്തിൽ പ്രധാന സ്ഥലം, ഇതൊക്കെയാണ് പ്രിയപ്പെട്ട കാര്യങ്ങൾ ആത്മീയത അഭിനയിക്കുന്നവർക്ക്. മുഖ്യാസനവും പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയാണ്. താഴ്മ പ്രസംഗിക്കും എങ്കിലും താഴ്മയില്ല. സ്നേഹം പ്രസംഗിക്കും എങ്കിലും സ്നേഹമില്ല. എല്ലാം നന്നായിട്ട് പറയും, പക്ഷേ യാതൊരു അനുഭവങ്ങളും ഇല്ല.
വിധവമാരുടെ വീടുകളെ വിഴുങ്ങി ഉപായരൂപേണ പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടും എന്ന് ബോധ്യമുള്ളവരുടെ വീടുകളിൽ ചെന്ന് കൗശലത്തോടും ഉപായത്തോടും പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണോ ആത്മീയത? മറ്റു മനുഷ്യരുടെ കയ്യിലുള്ളത് സ്വന്തം പോക്കറ്റിൽ വരുവാൻ വേണ്ടി ഉപായരൂപേണയുള്ള പ്രാർത്ഥനകൾ വലിയ ശിക്ഷാവിധിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥന നിഷ്കളങ്കമായിരിക്കണം. പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ ആയിരിക്കണം. പ്രാർത്ഥന ദൈവഹിതപ്രകാരമായിരിക്കണം. പ്രാർത്ഥന ആളുകളെ സന്തോഷിപ്പിക്കുവാനോ അവർക്ക് മതിപ്പുളവാക്കുവാനോ വേണ്ടിയുള്ളതാകരുത്. ഉപായരൂപേണയുള്ള പ്രാർത്ഥനകൾ തീർച്ചയായും ദൈവത്താൽ ന്യായം വിധിക്കപ്പെടുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവരെ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം, ആത്മീയരെ സ്വീകരിക്കണം, അവരെ കൈക്കൊള്ളണം. ഇത് വിവേചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള പഴഞ്ചൊല്ല് പോലെ സകലത്തെയും വിവേചിപ്പീൻ, സകലരെയും വിവേചിപ്പീൻ, നല്ലത് മുറുകെ പിടിപ്പീൻ എന്നുള്ള ദൈവവചനപ്രകാരം ആത്മാക്കളെ വിവേചിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ഉള്ളതോ എന്ന് ശോധന ചെയ്യുവാൻ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. It's